ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വിശേഷം കാണുന്നതിന് മുമ്പ് തന്നെ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോയാലോ. നയനയെ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അപ്പൊ നയന ലോക്കപ്പിലുള്ളതിന്റെ സങ്കടത്തിലാണ് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും. അപ്പൊ മുത്തശ്ശിനെ ആട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അങ്ങനെ മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വളരെയധികം വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് വരിക. എന്നിട്ട് പറയാ, ഇന്നലെ രാത്രി നമ്മുടെ മോള് പോലീസ് ലോക്കപ്പിലാക്കി ഇടുന്നത്. അത് പിന്നെ അവിടെ നന്ദു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആരുണ്ടെന്ന് പറഞ്ഞാലും അതൊരു വിഷമല്ലേ, അതൊരു സങ്കടല്ലേ. നമ്മുടെ മനസ്സിൽ നിന്നും മാറുമോ? എനിക്കിതൊന്നും എന്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും മാറുന്നില്ല. അത് പിന്നെ ആ വിഷയത്തിന് നാളെ തന്നെ ഞാൻ പരിഹാരം കണ്ടോളാടോ. താൻ സമാധാനപ്പെടും. ആ സിഐ ഇനി അധികം നാളെ ഇവിടെ ഉണ്ടാവില്ല. അയാളുണ്ടല്ലോ അനന്തപുരിയിലെ മരുമകളെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്തത്. അല്ല, അതിന് പിന്നിൽ ആരാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായോ? അതൊക്കെ മനസ്സിലാകും. ആദർശിനെ ഗൾഫിൽ ജയിലിലാക്കാനും അവനെ മുംബൈയിൽ തകർക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. അത് ഉറപ്പാണോ? അത് ഉറപ്പാ. അവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ആദർശിന്റെ മനസ്സിനെ ഞാൻ ചൂട് പിടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും ഇതുവരെ അവനെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല. കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കുക. പിന്നെ ശത്രുക്കൾ വീണ്ടും കരുത്ത് കാട്ടിക്കൊണ്ടിരിക്കുക. അതിനു മുമ്പ് ശത്രുക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. മൂർത്തീസ് ജ്വല്ലറിനേക്കാൾ മുന്നില് അനന്തപുരി തറവാട്ടിനെയാണ് തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തറവാടിന്റെ അടിത്തറ തോണ്ടാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നത്, ശത്രുക്കൾ ചെയ്യുന്നത്. അവർക്ക് കുടുംബത്തിനോട് എന്താണ് ഇത്ര വാശി വൈരാഗ്യം എന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നയനയും ആദർശനെയും ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നയനയും ആദർശും കാരണം നമുക്ക് എല്ലാവർക്കും വിഷമം കൂടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ താൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നയനമോള് പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ഉറങ്ങുന്നത്? പിന്നെ നമ്മുടെ ഉറക്കം കെടുത്തിയവരെ ആരെയും സുഖമായി ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അവസാനിപ്പിക്കും, എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും എന്ന് നമ്മുടെ മുത്തശ്ശൻ നിശ്ചയം എടുക്കുകയാണ്. മുത്തശ്ശിയോട് പറയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നവീനും നവീന്റെ മുത്തശ്ശനുമാണ്, അത് നരസിംഹം. അങ്ങനെ നരസിംഹം പറയാണ്, അതെ അന്നത്തെ കേസ് പോലെ കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ കേസല്ലേടാ. അതൊക്കെ ശരിയാ മുത്തശ്ശ, പക്ഷെ ഇത് ജയിച്ചേ പറ്റൂ. ഞാൻ ആദർശേട്ടന് കൊടുത്ത വാക്ക ജയിക്കും. ഞാനും മൂർത്തിയോട് പറഞ്ഞു, നീ കോടതി പോകുന്നത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ നിനക്കൊപ്പം ഇരിക്കാന്ന് വെച്ചത്. തെളിവുകളുടെ ഒരു കുറവുണ്ട് മുത്തശ്ശ, അതൊരു വലിയ കുറവ് തന്നെയാണ്. അതെനിക്കും അറിയാം മോനെ. പക്ഷെ അതോടൊപ്പം നമുക്കറിയാവുന്ന മറ്റൊരു സത്യമുണ്ട്. നയന നിരപരാധിയാണെന്നുള്ള സത്യം. കുറെ നാളായി മൂർത്തീസ് ജ്വല്ലറിയെയും കുടുംബത്തെയും തെരഞ്ഞു പിടിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ശത്രുക്കള്. അവിടെ ആരാണെന്നൊന്നും നമുക്കറിയില്ല. ഇനി ഏതായാലും മൂർത്തിക്ക് കുടുംബത്തിനും ആശ്വാസം കൊടുക്കണം നമുക്ക്. അതിന് നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ മുത്തശ്ശ. എല്ലാം അറിയാവുന്ന മൂർത്തി സാദ ആദർശേട്ടന്റെ MD സ്ഥാനം തെറിപ്പിച്ചില്ലേ? അതുപോലെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. MD സ്ഥാനം തെറിപ്പിച്ചതിന് അയാളെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. ബിസിനസ് വേറെ, ബന്ധങ്ങള് വേറെ. അവിടെ കൊച്ചുമോനും ഇല്ല, മുത്തശ്ശനും ഇല്ല. ബിസിനസ് പാളിപ്പോയാല് അതിന്റെ ഉത്തരവാദി ആരാണെങ്കിലും അവരെ പുറത്ത് കളയണം. പക്ഷെ അതിന്റെയൊക്കെ പിന്നില് ഈ കള്ളക്കേസില് നയനയെ കുടുക്കിയവരുണ്ടല്ലോ, അവരുടെ കൈകളുണ്ടല്ലോ. അത് ശരിയാ. അവരെ കണ്ടെത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ നഷ്ടപ്പെട്ട പ്രതാപം കണ്ടെത്തി തിരിച്ചു പിടിക്കേണ്ടത് ആദർശിന്റെ കടമ തന്നെയാണ്. അങ്ങനെ ആദർശിന്റെ കടമയായതുകൊണ്ട് ഉറപ്പായിട്ടും വിജയിക്കണം. ആദർശ് വിജയിച്ചുകൊണ്ട് കഴിവ് തെളിയിക്കണം. എന്നാലേ മൂർത്തിക്ക് സമാധാനം ആവത്തുള്ളൂ. മൂർത്തി അവന്റെ വാശി കൂട്ടാനായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നാളത്തെ കാര്യം നീ ഓക്കെ ആക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ജാമ്യമെങ്കിലും നാളെ നയനയ്ക്ക് മേടിച്ചു കൊടുക്കണം നീ എന്ന് പറയുമ്പോ, തീർച്ചയായും മുത്തശ്ശ, അതിന് തന്നെയല്ലേ ഞാനിപ്പം ഈ ഉറക്കമുളച്ച് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് നമ്മുടെ നവീന് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. അപ്പൊ നവീന് ഫോൺ എടുത്തിട്ട് പറയടാന്ന് പറയുന്നത് വേറെ ആരും അല്ല, അനിയ. അങ്ങനെ അനി പറയുന്നുണ്ട്, എടാ ഈ കേസ് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ. എന്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ഉള്ളവർക്ക് ഉറക്കം പോലും ഇല്ല. എല്ലാവരും അത്രയും വിഷമത്തിലാ. അതൊക്കെ എനിക്കറിയാം. അല്ല എടാ നവീന്, അന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ എടുത്ത എഫർട്ട് ഉണ്ടല്ലോ, അത് ഇവിടെയും വേണം. പറയേണ്ടവരുടെ വിളിച്ചു പറഞ്ഞടാ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ മനസ്സിൽ നവീൻ വിചാരിക്കുക. കാരണം നവീന് മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. നമ്മുടെ അനി ആരാണ്, എന്താണ്, അനിയെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്, നമ്മുടെ നന്ദുവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, പ്രണയിക്കുന്ന ഒരാളാണെന്നൊക്കെ മനസ്സിലായതുകൊണ്ട് ആ ഒരു പക മനസ്സിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാട്ടോ മനസ്സിൽ ഇങ്ങനെ പറയുന്നത്, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ടടാ എന്നുള്ള രീതിയില്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിന്റെ മെസ്സേജ് വന്നേക്കാണ് കേട്ടോ നവീന്. അപ്പൊ നവീന് വേറൊന്നുമല്ല മെസ്സേജ് അയക്കുന്നത്,
നമ്മുടെ നയനയെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നന്ദുവിന്റെ ഒരു സ്വരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവീൻ എന്തോ ഭയങ്കര ഒരു ഊർജ്ജം വന്നതുപോലെ. അങ്ങനെ നയനയുടെ കാര്യം തന്നെ തിരിച്ച് സംസാരിക്കുക. എന്റെ നന്ദു, നീ വെറുതെ മനസ്സ് വിഷമിക്കൊന്നും വേണ്ട, നീ സമാധാനമായിട്ടിരിക്കുക. എനിക്ക് എന്തായാലും ഉറക്കമില്ല. ഈ കേസ് ജയിക്കണമെന്ന് നിന്നെപ്പോലെ തന്നെ എനിക്ക് നല്ല വാശിയുണ്ട്, അത് ജയിച്ചിരിക്കും എന്നൊക്കെ മെസ്സേജ് അയച്ചു. എന്നിട്ട് നമ്മുടെ നവീന്റെ മുഖത്തൊക്കെ ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ കേട്ടോ. നമ്മുടെ നന്ദുവിനല്ലേ മെസ്സേജ് അയച്ചത്. ഏതായാലും ഈ സമയത്ത് നവീൻ തന്നെ മനസ്സിൽ പറയാണ്, ഈ കേസ് ജയിക്കണം, ജയിച്ചേ പറ്റൂ. ഇത് എനിക്കും നന്ദുവിനും ഇടയിലുള്ള ബന്ധം കുറച്ചുകൂടി ശക്തമാക്കണം. മാത്രമല്ല ഇത് ദൈവം തന്ന ഒരു അവസരം തന്നെയാണ് അവളുടെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടി. അതെനിക്ക് നേടിയെടുത്തേ പറ്റൂ എന്ന്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയന പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ലോക്കപ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. ഉറങ്ങുന്നൊന്നുമില്ല, ആ ലോക്കപ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക. ആദർശാണെങ്കിൽ ഉറക്കമില്ലാതെ ഇരിക്കുന്നതും കാണിക്കുന്നുണ്ട്. തേരാപ്പാര ഇങ്ങനെ ആദർശം വീട്ടിലൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ അനി നന്ദുവിനെ വിളിക്കാം. അപ്പം അനി നന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഈ കാര്യങ്ങള്? എന്താകാൻ, ഇവിടെ ഒരുത്തൻ ആദർശം പ്രസംഗിച്ചോണ്ടിരിപ്പുണ്ട്. ആ CI മുമ്പൊരുത്തൻ ഉണ്ടായിരുന്നല്ലോ, അവന്റെ അതേ രീതി തന്നെ, അതേ രീതി. നവീനേട്ടൻ വന്നിരുന്നു ഇവിടെ, എന്നിട്ടും രക്ഷയൊന്നും ഇല്ലെന്നേ. അപ്പോഴത്തേക്കും നമ്മുടെ അനു പറഞ്ഞു, ഇനിയിപ്പോ എന്താ നന്ദു ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റൂ. നാളെ ഏടത്തിനെ കോടതിയിൽ ഹാജരാക്കൂലേ? അതെ അതെ, നാളെ കോടതിയിൽ ഹാജരാക്കും. ഇനി അവിടെ ചെന്നാലും എന്ത് സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. ഏതായാലും എനിക്ക് എന്റെ ചേച്ചീനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. മാത്രമല്ല എന്റെ ചേച്ചീനെ ഞാൻ ചോദ്യം ചെയ്യേണ്ടി വന്നു, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അല്ല, നീ അവിടെ ഉള്ളത് ഒരു കണക്കിന് നന്നായല്ലോ, അല്ലെങ്കിൽ പിന്നെ വനിതാ പോലീസിനെ കൊണ്ട് ചേച്ചീനെ തല്ലിപ്പിച്ചാനേ അയാൾ അത്രയ്ക്ക് ക്രൂരനാണെന്നാ പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത്. ഞാൻ കാണുകയും ചെയ്തല്ലോ. ഞാൻ നവീനെ വിളിച്ചിരുന്നു, എങ്ങനെയെങ്കിലും ഏടത്തിനെ രക്ഷിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. അവന് പിന്നെ നിന്റെ ഫാമിലിയോട് വലിയ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്ര പെട്ടെന്നെങ്കിലും അവൻ കോടതിയിലെത്തി രക്ഷിക്കും, അത് ഉറപ്പാ. ജാമ്യം നാളെ ഏടത്തിക്ക് ഉറപ്പായിട്ട് കിട്ടും. ഈ കാര്യത്തില് അവന്റെ മുത്തശ്ശന്റെ സഹായവും കിട്ടൂല്ലോ. അതൊക്കെ ഓർത്ത് സമാധാനിക്കാം. അല്ല, നീ ഇന്ന് വീട്ടിലേക്കൊന്നും പോകുന്നില്ലല്ലോ? അതെന്തൊരു ചോദ്യമാണ് നീ ചോദിക്കുന്നത്. എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ വീട്ടിലേക്ക്? അങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യമാണോ? എന്തായാലും ആദർശേട്ടന് അബദ്ധം കാണിച്ചില്ല, അല്ലെങ്കിൽ ആദർശേട്ടൻ ഇപ്പൊ ലോക്കപ്പിൽ കിടങ്ങേണ്ട ഒരു അവസ്ഥ വന്നേനെ. ഈ സമയത്ത് അത് കൂടുതൽ ദോഷം ചെയ്യുകയും ചെയ്തേനെ. അതൊക്കെ വെച്ച് തന്നെയാ സത്യം പറഞ്ഞാല് അവര് കെണി ഒരുക്കിയത്. ഏട്ടന് ഇടയ്ക്ക് ഇറങ്ങിപ്പോയത് കൊണ്ടാ പ്രതിയാക്കപ്പെടാതെ പോയത്. അതെ അതെ അനി, ഇവിടെ ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണനയൊക്കെ കൊടുക്കാതെ ഇരിക്കത്തില്ലല്ലോ. അതിലാ ഇനിയുള്ള ആകെ എന്റെ പ്രതീക്ഷ. ഏതായാലും നീ സമാധാനമായിട്ടിരിക്കുക. CI FIR ഇട്ടിരിക്കുന്നതേ കുറച്ച് പ്രശ്നത്തെ തന്നെയാ. ഇതൊരു വലിയ മാഫിയ ആണെന്നും അത് കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ആകെ ഗുലുമാല് പിടിച്ചൊരു കേസാക്കി വെച്ചിരിക്കുക. നവീനേട്ടൻ അതിനെ എങ്ങനെ പ്രതികരിക്കുന്ന അറിയത്തില്ല. പ്രതികരിക്കണമല്ലോ, പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവർ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മുടെ നന്ദു നേരെ നയനയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ നയനയുടെ അടുത്തേക്ക് ചെന്നപ്പോ നയന ഉറങ്ങാതെ അവിടെ ആ ലോക്കപ്പിൽ തന്നെയുണ്ട്. അങ്ങനെ നന്ദു ചെന്ന് ചേച്ചിന്ന് വിളിച്ചപ്പോഴത്തേക്ക് നയന, എന്താ മോളെ എന്താ? അത് പിന്നെ ചേച്ചി ഉറങ്ങിയില്ലേ? അതെന്താ ചേച്ചി ഉറങ്ങാത്തത്? അത് പിന്നെ ഉറക്കം വരണ്ടേ മോളെ, ഉറങ്ങാൻ പറ്റുന്നില്ല. നീ വീട്ടിലേക്ക് പോയിക്കോ മോളെ, ഇനിയിപ്പോ നാളെ രാവിലെ വന്നാ മതി. പിന്നെ അതൊന്നും പറ്റത്തൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് പോകത്തില്ല. ഞാൻ ഇവിടെ ഒട്ടും ശരിയാവത്തില്ല ചേച്ചി. മോളെ, എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല ചേച്ചി. എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്ക്, ഉറക്കം ഉളക്കല്ലേ. ചേച്ചിയുടെ ശരീരത്തിന് അത് വീക്കാകും. സാധാരണ ലോക്കപ്പിൽ കിടക്കുന്നവരുടെ കൊടുക്കേണ്ട പരിഗണന എന്താണോ അത് കൊടുത്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അയാൾ പോട്ടെ, അയാൾ പോയി കഴിയുമ്പോൾ ഞാൻ വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി തരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നാളത്തെ കോടതി വിധി എങ്ങനെയും അനുകൂലമായാൽ മതിയായിരുന്നു മോളെ. കേസെടുത്തിരിക്കുന്ന നവീനേട്ടനാണല്ലോ, അതിന്റെ ഒരു ആശ്വാസം ഉണ്ട്. നവീനേട്ടൻ ഏറ്റെടുത്ത കേസെല്ലാം ജയിച്ചിട്ടല്ലേ ഉള്ളൂ. അത് പിന്നെ മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആദർശേട്ടൻ ഇതിൽ പ്രതിയാവല്ല. ആദർശേട്ടന് ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ, കാറിലുണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ സമ്മതിപ്പിക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ടതാ. ആദർശേട്ടന്റെ മുത്തശ്ശൻ ഇത് അറിഞ്ഞില്ലല്ലോ. പിന്നെ അറിയാതിരിക്കുവോ ചേച്ചി? അറിഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നാലും മുത്തച്ഛൻ ഇതിനെ അത് പ്രതികരിക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയ്ക്കൊക്കെ ദേഷ്യം ഉണ്ടാകുമോ ചേച്ചിയോടും ആദർശേട്ടനും? മുത്തച്ഛന് ഒന്നും അറിയത്തില്ല മോളെ, കാര്യങ്ങളൊക്കെ എന്താണെന്ന്. ആദർശേട്ടന്റെ മുത്തച്ഛൻ പറയുന്നത് പോലെ മൂർത്തി ജ്വല്ലറിയുടെ ശത്രു നിസ്സാരക്കാരനൊന്നും അല്ലായിരിക്കും. അവരൊക്കെ അത്രയ്ക്ക് ബലപ്പെട്ടവരായിരിക്കും. അവരിനി ഒരിക്കലും മൂർത്തി ജ്വല്ലറി ഉയർത്തെഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാ. അങ്ങനെയെങ്കിൽ ഇനി അനിയും സൂക്ഷിക്കണം. അനിയെയും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ പ്രശ്നത്തിൽ കൊണ്ടുപോയിടാൻ നോക്കും. അനിയല്ലേ ഇപ്പം MD കമ്പനിയുടെ. അതുകൊണ്ട് എതിരാളികള് അനിയായിരിക്കും നോട്ടമിടുന്നത്. അവനോട് ശ്രദ്ധിക്കാൻ പറയണമെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നന്ദുവിന് ആകെപ്പാടെ പേടിയുണ്ട് കേട്ടോ. അതിൽ നന്ദു ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൂർത്തി മുത്തശ്ശനെയാ.
മുത്തശ്ശൻ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും മുത്തശ്ശിക്ക് സമാധാനമില്ല. മുത്തശ്ശി ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇദ്ദേഹം എന്താ ഒന്നും മിണ്ടാത്തത്? ഓരോ ദിവസം വൈകുന്തോറും പേടിയാവുക എനിക്ക്. എന്റെ കുഞ്ഞ് അവിടെ കിടന്ന് ആദ്യ തിന്നുമായിരിക്കും. അല്ല, ഇദ്ദേഹം ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഞാനും ഒട്ടും ഉറങ്ങിയില്ല. ഞാന് മറ്റുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങ് മുകളിലുള്ളവരുമായിട്ട്. കള്ളക്കടത്തിന്റെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എല്ലാവരും പറയുന്നത്. അല്ല, ഇന്ന് കേസല്ലേ, മോക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നാലോ? എങ്കിലേ അവനെ ഞാൻ വെട്ടിക്കീറും. ആ സിഐനെ വെട്ടി തുണ്ടമാക്കുന്ന. ഈ സമയത്ത് നമ്മുടെ ദേവയാനി വന്നു കേട്ടോ. ദേവയാനി വളരെ വിഷമത്തോടു കൂടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. കേസ് ജയിക്കണമല്ലോ. അപ്പം ദേവയാനി കയറി വന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം എന്റെ കുഞ്ഞ് ലോക്കപ്പിലാ കഴിഞ്ഞത്. അത് അറിയാലോ. ഇന്നിപ്പം കോടതിയിലേക്ക് കൊണ്ടുപോകുക വച്ച എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഇനിയിപ്പം അവക്ക് ജയിലിലേക്ക് പോവേണ്ടി വന്നു കഴിഞ്ഞാല്, അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നാല് ഈ വീടിന്റെ താളം തെറ്റത്തില്ലേ? നമ്മുടെ സമാധാനം നഷ്ടപ്പെടില്ലേ? ആഹാ, നീയാണോ താളം തെറ്റിക്കുന്നത്? ഞാൻ പിന്നെ ഇവിടെ നിക്കത്തില്ല. നിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നേരത്തെയും അത് പറഞ്ഞിട്ടില്ലല്ലോ. ആരും ഇവിടെ നിൽക്കണ്ട, പോകേണ്ടവർക്കൊക്കെ പോകാം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, മോക്കൊന്നും സംഭവിക്കില്ല, മോക്ക് ജയിലിലേക്ക് പോകേണ്ടി വരില്ല ദേവയാനി, നീ സമാധാനപ്പെട്. എന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തിട്ടാ സങ്കടം വരുന്നത്. അച്ഛൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ഇതുപോലൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പോഴാണ് നരസിംഹന്റെ കൊച്ചുമോന് കോടതിയിൽ ഹാജരായത്. അന്ന് അനി ഉൾപ്പെടെ നമ്മളെല്ലാവരും ആ കേസിൽ നിന്ന് രക്ഷപ്പെടുകയല്ലായിരുന്നോ, നമ്മളെ രക്ഷിക്കുകയല്ലായിരുന്നോ ചെയ്തത്? അതേ നവീൻ തന്നെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത്. അവൻ രക്ഷിക്കുന്ന ഉറപ്പുണ്ട്. അതാ അച്ഛ ആകെയുള്ള പ്രതീക്ഷ. വേറൊരു പ്രതീക്ഷയില്ല. പക്ഷെ എന്നും കാര്യങ്ങൾ ഒരുപോലെ ആകണമെന്നില്ലല്ലോ, എന്നും ഒരുപോലെ നടക്കണമെന്നില്ലല്ലോ. ഇവിടെ നയനമോള് നിരപരാധിയാ. അങ്ങനെ ഒരാൾ ജയിലിലേക്ക് പോവാന്ന് പറയുമ്പോൾ അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. നയനയുടെ ജാതകത്തിൽ ജയിൽവാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ജയിൽവാസം അനുഭവിക്കണമെങ്കിൽ അനുഭവിച്ചല്ലേ പറ്റൂ. അത് പിന്നെ അത്രയും കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റില്ല അച്ഛാ. എന്റെ മരുമകള് ജയിലിൽ പോയി കിടക്കുന്നത് ഒരിക്കലും പറ്റില്ല. നയനമോള് ജയിലിലേക്ക് പോയാല് ആദർശ് മോൻ വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവൻ ഇപ്പൊ തന്നെ സമല തെറ്റിയ ഒരവസ്ഥയിലാണ് ഉള്ളത്. അവനൊന്ന് നേരെ ചൊവ്വ പിടിച്ചു നിർത്താൻ പോലും പറ്റുന്നില്ല. ഇതിനാരൊക്കെയാണോ കാരണക്കാര് അവരെയൊന്നും വെറുതെ വിടില്ല. അവന് എല്ലാവരെയും കൊല്ലും. അതിന്റെ അവസാനം അവനും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന എന്റെ പേടി. അതെനിക്ക് ഉറപ്പുണ്ട്. എന്റെ മോന് എല്ലാവരെയും കൊന്നിട്ട് ജയിലിൽ പോകും എന്തെങ്കിലും സംഭവിച്ചാല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ദേവയാനിയുടെ സങ്കടം കേട്ടിട്ട് ഒരുപാട് സങ്കടമുണ്ട് മുത്തശ്ശൻ. പക്ഷെ ദേവയാനിക്ക് മുമ്പിൽ സങ്കടം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശീനെ സമാധാനപ്പെടുത്താനായിട്ട് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും സംഭവിക്കില്ല. ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിൽ നയനമോളെ കോടതി വെറുതെ വിട്ടില്ല എങ്കിൽ ഈ സസ്പെൻസ് ഞാൻ പൊളിക്കും. പിന്നെ മൂർത്തിയുടെ മറ്റൊരു മുഖമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ജയിലിൽ പോകുന്നത് ആദർശാണെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോകുന്നത് ഈ മൂർത്തി ആയിരിക്കും എന്ന് തർപ്പിച്ച് മൂർത്തി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ കനകനെയും ഗോവിന്ദനെയാണ്. അവരും വല്ലാത്ത ടെൻഷനിൽ തന്നെയാണുള്ളത്. ഇപ്പൊ നയന ജാമ്യത്തിൽ ഇറങ്ങുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ കനകയോട് ഗോവിന്ദൻ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കുക, അവള് ജാമ്യത്തിൽ ഇറങ്ങും. നവീനല്ലേ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ പിന്നെ ജാമ്യത്തിൽ ഇറക്കാതിരിക്കോ? എങ്കിലും തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ലെന്നല്ലേ പറയുന്നത്. അവളെ കൊടുക്കാൻ വേണ്ടി, മൂർത്തീസ് ജ്വല്ലറിനെ തകർക്കാൻ വേണ്ടി ആ ദുഷ്ടന്മാര് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എനിക്കറിയില്ല. എല്ലാം എന്റെ മോൾക്കാണല്ലോ വന്ന് ചേരുന്നതെന്ന് ഓർക്കുമ്പോഴാ നമ്മുടെ കനകദുർഗ ഇതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ആ അഭി എന്തോ ചാരപ്പണി ചെയ്യുന്നുണ്ട്, അതിന്റെ നന്ദിയായിരിക്കും മിക്കവാറും അവരോട് കാണിക്കുന്നത്. എന്നിട്ട് നവ്യ വിചാരിക്കുന്നത് അവളുടെ കൈ കൊണ്ട് ജോലി കിട്ടിയെന്ന. അല്ല, നീ സത്യം പറഞ്ഞിട്ട് പോലും അവൾ അത് വിശ്വസിച്ചില്ലല്ലോ. അതിനുശേഷം നമ്മളെയൊക്കെ പ്രതികളായിട്ട് അവള് കൂടുതൽ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് അത് തടയാൻ പറ്റുന്നില്ലല്ലോ. അതാണ് അഭിയുടെ ബുദ്ധി. അവൻ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് വളരെ നേരത്തെ തന്നെ പ്രതിവിധി കണ്ടെന്ന് വേണം പറയാനായിട്ട്. അത് പിന്നെ ഗോവിന്ദേട്ടാ, ഇപ്പം നയനമോളെ കോടതിയിലേക്ക് കൊണ്ടുപോയി കാണുവോ? അവക്ക് ജാമ്യം കിട്ടുവോ? അത് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ. ഇപ്പം കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്
നയനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആദർശ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ആദർശിനോട് അവിടെയുള്ള CI കുറച്ച് എന്താ പറയുക, വളരെയധികം മോശമായ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. കുറച്ച് ഉറക്കം പോയെന്ന് ഓർത്തോണ്ട് എന്താ കുഴപ്പം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നമ്മുടെ നന്ദു പറയുകയും ചെയ്തു ആദർശിനോട്, ചേച്ചി ഇന്നലെ ഒരുപോലെ കണ്ണ് അടച്ചിട്ടില്ല എന്ന്. അപ്പോഴത്തേക്കുമാണ് CI അതിനെ ചൊല്ലിയിട്ട് പിന്നെ ഇപ്പൊ ഉറക്കം പോയെന്ന് ഓർത്ത് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. ആദർശ് ഒരു അക്ഷരവും ആ സമയത്ത് മിണ്ടാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. കാരണം ആദർശിന് ഭയങ്കര സങ്കടമാണ്. പോയേക്കുന്നത് കോടതിയിലേക്ക്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്നൊന്നും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.